കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് മദർ തെരേസയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോഴാണ് ഇന്നലെ എൻ്റെ ഒരു ഫോളോവർ ജിബിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോന്ന്. ശരിക്കും മദർ തെരേസയെക്കുറിച്ചുള്ള വീഡിയോ കുറച്ചും കൂടി നേരത്തെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മദർ തെരേസയെക്കുറിച്ചാണ് കേട്ടോ. ലോകം മുഴുവനും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പര്യായമായി കാണുന്ന ഒരു നാമമാണ് മദർ തെരേസ എന്നത്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും രോഗികൾക്കും ആരുമില്ലാത്തവർക്കും വേണ്ടി സ്വന്തം ജീവൻ തന്നെ സമർപ്പിച്ച ആ മഹതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ചരിത്രം മാത്രമല്ല, സ്നേഹത്തിൻ്റെ സന്ദേശം കൂടിയാണ് അമ്മ. 1910 നോർത്ത് മാസഡോണിയയിലാണ് മദർ തെരേസ ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവവിളിയിലും സേവനപാതയുമാണ് അവർ തിരഞ്ഞെടുത്തത്. പിന്നീട് ഇന്ത്യയിലെ കൊൽക്കത്തയിലെ പ്രവർത്തന മേഖലയിലേക്ക് മദർ തെരേസ മാറി. കൊൽക്കട്ടയിലെ ആ ചേരിയിലെ രോഗങ്ങളും പട്ടിണിയും കണ്ട് വലയുന്ന മനുഷ്യരെ കണ്ടപ്പോൾ അവരിൽ ഒരാളായി അവരുടെ കണ്ണീരൊപ്പാൻ മദർ തെരേസ കൂടെ നിന്നു. 1950 അവർ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി ഇന്നും ലോകമെമ്പാടും അനാഥർക്കും ആലംബഹീനർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും, അല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, മദർ തെരേസ പറഞ്ഞ ഈ വാക്കുകൾ എല്ലാവരുടെ ഉള്ളിലും സ്നേഹം ഉളവാക്കുന്നതാണ്. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച് ലോകം മുഴുവൻ അവരെ ആദരിച്ചപ്പോഴും തനിക്ക് ലഭിച്ച ആ സമ്മാനത്തുക ദരിദ്രർക്ക് വേണ്ടി വിനിയോഗിച്ചു. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അവർ തെളിച്ച ആ സ്നേഹദീപം ഇന്നും മാളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ സമ്പത്തോ പദവിയോ ആവശ്യമില്ല, അതിന് അനുകമ്പയുള്ളൊരു മനസ്സ് മാത്രം മതി എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് മദർ തെരേസ. മദർ തെരേസയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് കുഞ്ഞിലെ എൻ്റെ ഡാഡി പറഞ്ഞു തന്നൊരു കഥയാണ്. മദർ തെരേസയും തൻ്റെ സഹപ്രവർത്തകരും കൂടി ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത സാഹചര്യത്തിൽ ചില കച്ചവടക്കാരുടെ അടുത്ത് ചെന്ന് സഹായത്തിനായി അപേക്ഷിച്ചു. അതിൽ ഒരു കച്ചവടക്കാരൻ പാവങ്ങൾക്ക് വേണ്ടി സഹായം ചോദിച്ചപ്പോൾ മദർ തെരേസയോട് ദേഷ്യപ്പെടുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. മദർ ആ സാരി തുമ്പുകൊണ്ട് തുപ്പൽ തുടച്ചു മാറ്റിയതിനു ശേഷം ശാന്തതയോടെ ഇങ്ങനെ പറഞ്ഞു: "അത് എനിക്കുള്ള സമ്മാനമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇനി എൻ്റെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായിക്കണമെന്ന്." മദർ തെരേസയുടെ ഈ വാക്കുകൾ കേട്ട് ഒറ്റ നിമിഷം കൊണ്ട് ആ കച്ചവടക്കാരൻ പശ്ചാത്തപിച്ചുപോയി. ശേഷം തൻ്റെ കടയിലുണ്ടായിരുന്ന ആഹാര സാധനങ്ങൾ മുഴുവനും പാവപ്പെട്ടവർക്കായി അദ്ദേഹം ദാനം ചെയ്തു. ഇതിലൂടെ നമുക്ക് അമ്മ മനസ്സിലാക്കി തരുന്നത് എത്ര വെറുപ്പുള്ള ഒരാളാണെങ്കിലും സ്നേഹം കൊണ്ട് അയാളെ കീഴടക്കാൻ കഴിയുന്നതേയുള്ളൂ. കുഞ്ഞിലെ എൻ്റെ ഡാഡി എനിക്ക് പറഞ്ഞു തന്ന ഈ ഒരു സംഭവത്തിൻ്റെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മദർ തെരേസ എന്ന വ്യക്തി ഇന്നും നമ്മളുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.